നമസ്കാരം. നടൻ ജഗദീഷ്, മലയാളികളുടെ പ്രിയപ്പെട്ട ജഗദീഷ് ഏട്ടൻ അടുത്ത കാലത്തായിട്ട് സത്യം വിളിച്ചു പറയുന്ന ആളാണ്. ഉറച്ച നിലപാടെടുക്കും, പല വിഷയങ്ങളിലും പ്രതികരിക്കും, അദ്ദേഹം ഗംഭീരമായ റോളുകൾ ചെയ്യും. ജഗദീഷ് ഏട്ടൻ പറഞ്ഞ ഒരു ഗംഭീര അഭിപ്രായം, വളരെ സത്യസന്ധമായ ഒരു അഭിപ്രായം, അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എന്നൊക്കെ പറയാം. അതിനു മുമ്പ് ആദ്യം എന്താണ് ജഗദീഷ് ഏട്ടൻ പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കാം. അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കുറിച്ച് ചമയത്തിൻ്റെ ആഘോഷയാത്രയുടെ തൊട്ട് മുമ്പ് നടത്തിയ പ്രസംഗത്തിലാണ് പരാമർശം. ആഘോഷങ്ങൾ ഓണത്തിലേക്ക് കടന്ന ഘട്ടത്തിൽ അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് നടത്തിയ പരാമർശം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ടുള്ള എൻ്റെ അടുപ്പം എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാനങ്ങളും എനിക്ക് വേണ്ട എന്ന് ആദ്യമേ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ എനിക്ക് എന്തും തുറന്ന് സംസാരിക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെക്കുറിച്ച് പലരും പലതും പറയും. വെരി ഡാഷിങ് സതീശൻ എന്ന് ചിലർ പറയും, വെരി ഡെയറിങ് സതീശൻ എന്ന് ചിലർ പറയും, വെരി ഡിപ്ലോമാറ്റിക് സതീശൻ എന്നെല്ലാം പറയും. ദോഷൈക ദൃക്കുകൾ പറയും വെരി ഡോമിനേറ്റിംഗ് സതീശൻ എന്ന്. പക്ഷെ ഞാൻ പറയും വെരി ഡൗൺ ടു എർത്ത് സതീശൻ എന്ന്. അതാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഇന്ന് ഞാൻ വന്ന ഉടനെ അദ്ദേഹവുമായി സംസാരിച്ചത് എന്താണെന്ന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത്, CM അങ്ങയുടെ പ്രസ് മീറ്റ് കാണാൻ ഞങ്ങൾ താല്പര്യപൂർവ്വം ബുധനാഴ്ചകളിൽ കാത്തിരിക്കുന്നു എന്നാണ്. ഏറ്റവും നല്ല എൻ്റർടൈൻമെൻറ്റാണത്. വിനോദവും വിജ്ഞാനവും അതിനകത്തുണ്ട്. മാധ്യമങ്ങളെ അദ്ദേഹം നേരിടുന്ന വിധം കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ്. നിയമസഭയിലെ പ്രസംഗങ്ങളെല്ലാം ക്രോഡീകരിച്ച് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസ് കോൺഫറൻസുകളെല്ലാം തന്നെ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്ര താല്പര്യത്തോടു കൂടിയാണ് ജനങ്ങൾ കേട്ടിരിക്കുന്നത്. കറക്റ്റാണ് ജഗദീഷ് ഏട്ടൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളിലെ പ്രകടനം കാണാൻ വേണ്ടി കേരളം ഒന്നാകെ കാത്തിരിക്കുന്നുണ്ട്. പലരും കാത്തിരിക്കുക, ഒന്നാകെ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് എല്ലാവരുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല. ഞാൻ ഏതായാലും കാത്തിരിക്കാറുണ്ട്. പറഞ്ഞു കഴിഞ്ഞ് കുറേ കൂടി ജഗദീഷ് ഏട്ടൻ പറഞ്ഞു കഴിഞ്ഞ് ആലോചിച്ചപ്പോൾ നിങ്ങളെപ്പോലെ എനിക്കും ഒരു സംശയം തോന്നി, മൂപ്പരിങ്ങനെ കളിയാക്കി പറയുന്നതാണോ എന്ന്. അപ്പോഴാണ് മുഖ്യമന്ത്രിക്കും തോന്നാൻ ഇടയുള്ള ആ തോന്നൽ എൻ്റെ മനസ്സിൽ കൂടുതൽ ആലോചനാമൃതമായി മാറിയത്. പുസ്തകമാക്കണം എന്നും അത് അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റ് ഓരോ ഘട്ടത്തിലും പറയുന്നത് എൻ്റർടൈനറാണ് എന്നുമൊക്കെ പറയുന്നത് വളരെ വസ്തുതയാണ്. അത് കൃത്യമായി പ്രസ് മീറ്റുകളുടെ മറ്റെന്തെങ്കിലും കുഴപ്പം വിചാരിച്ച് ആക്കി പറഞ്ഞതാണോ എന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹം അത്ര ആത്മാർത്ഥമായിട്ട് ജഗദീഷ് ഏട്ടൻ പറഞ്ഞാണ്. ഉദാഹരണത്തിന് കൊച്ചിയിലേക്ക് അമ്മായിയപ്പനെ കാണാൻ ഹെലികോപ്റ്റർ എടുത്തു പോയതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ നോക്കുക. ആദ്യത്തെ പ്രസ് മീറ്റിൽ പറഞ്ഞു ഒരു ഇൻവെസ്റ്ററെ കാണാൻ അത്യാവശ്യമായിട്ട് പോയതാണ് എന്ന്. മഴക്കെടുതിയായിട്ട് പോലും ഒരു തവണ തിരുവല്ല വരെ പോയി മടങ്ങി ഇറങ്ങാൻ പറ്റാതെ മടങ്ങി വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും പോയി കണ്ട അത്ര അത്യാവശ്യമുള്ളത് കൊണ്ടാണ് പോയതെന്ന് പറഞ്ഞു. എന്നാൽ ഏത് ഇൻവെസ്റ്ററാണ് എന്ന് ചോദിച്ചപ്പോൾ രഹസ്യമാണ്, നിങ്ങളോട് എന്തിനാ പറയുന്നത്, മുടക്കാനാണോ എന്ന് തിരിച്ചു ചോദിച്ചു. അതാണ് ഒന്നാമത്തെ കാര്യം. പിറ്റത്തെ ആഴ്ചയോ പോയ പോക്കിൽ ഇൻവെസ്റ്ററെ കണ്ടതാണ് എന്ന് പറഞ്ഞു. അല്ലാതെ ഇൻവെസ്റ്ററെ കാണാൻ വേണ്ടി പോയത് എന്നല്ല, പോയ പോക്കിൽ വേറെ കാര്യത്തിന് പോകണമായിരുന്നു, അപ്പോൾ അവിടെ കണ്ടാണെന്ന്. ഇപ്പോൾ കേൾക്കുന്നു ഇൻവെസ്റ്റർ ഒരു പച്ചക്കറി വ്യാപാരിയാണ്, അത് മുഖ്യമന്ത്രിയുടെ സുഹൃത്താണ് എന്നൊക്കെ. അപ്പോൾ ശരിക്കും അമ്മായിയപ്പനെ മാത്രമല്ല സുഹൃത്തുക്കളെ കാണാൻ കൂടി ഹെലികോപ്റ്റർ എടുത്ത് പോയതാണോ എന്ന് ചിലരൊക്കെ ചോദിക്കുന്നതിൽ ഒരു കാര്യമുണ്ട്. ഇതിനൊക്കെ കാരണം എന്താ? ആ 2 പ്രസ് മീറ്റുകളാണ്. 2 പ്രസ് മീറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇൻവെസ്റ്റർ എന്ന പ്രയോഗം മലയാളത്തിൽ ഇതുവരെ ഉപയോഗിച്ചതുപോലെയല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നീ ഏടറാ പോയിനിന്ന് ഭാര്യ വീട്ടിൽ പോയി മടങ്ങി വരുന്നയാളോട് ചോദിക്കുമ്പോൾ ഞാൻ ഇൻവെസ്റ്ററെ കാണാൻ പോയതാണ് എന്ന് ചിലർ പറയുന്ന അവസ്ഥ വരെ ചുറ്റിലുണ്ടായി. അതുകൊണ്ട് പുസ്തകമാക്കിയാൽ ഗംഭീരാവും. ഒരാഴ്ചത്തതും അടുത്ത ആഴ്ചത്തേതും എല്ലാം ചേർത്ത് വെച്ച്. ഏറ്റവും അവസാനം ഇന്ന് പുറത്തു വരുന്നത് അദ്ദേഹം കൂർഗിലേക്കെന്നും പറഞ്ഞ് ഹെലികോപ്റ്റർ എടുത്ത് ആരുടെയോ കല്യാണത്തിന് പോയി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കൂർഗിൽ മൂക്കിൽപ്പൊടി വിൽപ്പനക്കാരനായ ഇൻവെസ്റ്ററെ കാണാനാണോ പോയത് എന്ന് എതിരാളികൾ പരിഹസിച്ച് ചോദ്യവും ചോദിക്കുന്നുണ്ട്. ഇതുപോലെ എന്തെല്ലാം രസകരമായ സംഭവങ്ങളാണ്. ഇനി അടുത്ത ആഴ്ച പ്രസ് മീറ്റിൽ ഇതൊക്കെ ഇപ്പോൾ പറയില്ലേ, അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ആഴ്ച പ്രസ് മീറ്റിൽ ഇൻവെസ്റ്ററെ കാണാൻ പോയതാണോ പോയ പോക്കിൽ കണ്ടതാണോ എന്നൊക്കെ വിശദീകരിക്കൂലേ. ജഗദീഷ് ഏട്ടൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞു തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ പ്രസ് മീറ്റ് കാണാൻ എൻ്റർടൈൻമെൻറ്റാണ്, ഗംഭീര എൻ്റർടൈനറാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് മീറ്റ്. ഇനി ജഗദീഷ് ഏട്ടൻ പറഞ്ഞു കേട്ടതിന് ശേഷം ഞാൻ ആലോചിച്ചു പോയി, അടുത്ത ആഴ്ചത്തെ പ്രസ് മീറ്റ് കാണാൻ എന്തൊക്കെ ചോദ്യങ്ങളാണ്, എന്തൊക്കെ ആകാംക്ഷയാണ് ഉള്ളിൽ സൂക്ഷിക്കുന്നതെന്ന്. ഞാനും ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട്. 3 വിഷയങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് ഇനി എടുത്തു നോക്കാം. കൂർഗിലേക്ക് പോയത് അവിടെ പോയി. ഇനി അടുത്തത്, ഉദാഹരണത്തിന് മുഖ്യമന്ത്രിക്കെതിരായി വരുന്ന വാർത്തകൾ മെറ്റയെ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്ന അസാധാരണ സാഹചര്യം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുണ്ടല്ലോ. വി.ഡി. സതീശനെതിരെ എന്ത് വാർത്ത വന്നാലും നീക്കം ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് റിപ്പോർട്ടർ TV, ന്യൂസ് മലയാളം, കൈരളി, ഇങ്ങനെ ഒരുപാട് മാധ്യമങ്ങൾ പരാതി തന്നെ നൽകിയിട്ടുണ്ട് അവരുടെ ഫേസ്ബുക്കിലെ വാർത്ത നീക്കുന്നതിനെക്കുറിച്ച്. VD മീഡിയയിലെ വാർത്ത നീക്കില്ല, കാരണം അതിലങ്ങനെ വാർത്ത വരാത്തതുകൊണ്ട് അത് നീക്കില്ല. 1-ാം നമ്പർ ചാനലോ 1-ാം നമ്പർ മുത്തശ്ശൻ പത്രങ്ങളിലോ ഒന്നുമില്ല, കാരണം അവരുടെ സൈറ്റിൽ വരില്ല, അവർ പ്രസിദ്ധീകരിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അവരിൽ നിന്ന് നീക്കില്ല. നീക്കുന്ന വാർത്തകളെക്കുറിച്ച് അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടില്ല എന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ പ്രസ് മീറ്റിൽ പറഞ്ഞു.
എന്നാൽ സംഗതി അങ്ങനെയല്ല എന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോൾ വീണ്ടും ഒരു ട്വിസ്റ്റ് വന്നു. നീക്കാൻ കേരള പോലീസിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് മീഡിയകളിൽ പോലീസ് വാർത്ത കൊടുപ്പിച്ചിട്ടുണ്ട്. ആ വാർത്തകൾ ഇന്ന് പത്രത്തിൽ വായിച്ചപ്പോൾ എനിക്ക് അടുത്ത ആഴ്ചത്തെ പ്രസ് മീറ്റ് കാണാൻ ആകാംക്ഷ വർദ്ധിച്ചു. എന്താ എമ്മാതിരി എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും അതിനെക്കുറിച്ച് പറയുന്നതെന്ന് കുറേ ചോദ്യങ്ങൾ ഉയർന്നു വന്നു. മെറ്റയ്ക്ക് പോലീസ് എങ്ങനെയാണ് കത്തെഴുതിയത്? പോലീസ് മെറ്റയ്ക്ക് കത്തെഴുതി, മെറ്റക് പോലീസിന് മറുപടി അയച്ചു, ഞങ്ങളങ്ങനെ വി ഡി സതീശൻ്റെ വാർത്ത നീക്കിയിട്ടില്ല, ഞങ്ങളല്ല നീക്കിയത്. ഏത് മെറ്റയുടെ പ്ലാറ്റ്ഫോമിലെ വാർത്ത നീക്കിയതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ പറഞ്ഞിട്ടില്ല നീക്കിയത് എന്നാണ് പറയുന്നത്. എന്താണ് പോലീസ് അയച്ച കത്തിൻ്റെ ഉള്ളടക്കം? ചോദിക്കണം മുഖ്യമന്ത്രിയോട്. എഴുതിയ കത്തിൻ്റെ കോപ്പി പുറത്തു വിടുമോ? മെറ്റയുടെ മറുപടിയുടെ വിശദാംശം എന്താണ്? മെറ്റയുടെ ഏത് ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ ഏത് തലത്തിലുള്ള കേന്ദ്രത്തിൽ നിന്നാണ് മറുപടി കിട്ടിയത്? ആ മറുപടിയിൽ രഹസ്യമൊന്നുമില്ലല്ലോ, കാരണം ഇപ്പം പത്രത്തിലൊക്കെ വാർത്ത കൊടുപ്പിച്ചല്ലോ. അപ്പോൾ ആ മറുപടിയുടെ കോപ്പി പുറത്തു വിടാമോ? ഇമെയിലോ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ഔദ്യോഗികമായി അത് സ്ഥിരീകരിക്കുന്ന വിധത്തിൽ ഒരു പ്രസ്താവന നടത്താമോ? ഇത്രയും ചോദ്യങ്ങളാണ് എൻ്റെ മുമ്പിൽ വന്നത്. പോലീസ് സൈബർ ഓപ്പറേഷൻ വിഭാഗത്തോടാണ് അങ്ങനെ ആവശ്യപ്പെട്ടതെന്നാണ് വാർത്തകൾ നൽകിയത്. അവരുടെ ഇടപെടലിന് തെളിവുണ്ടോ? അനൗദ്യോഗികമായി ഇനി പോലീസോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏജൻസികളോ ഇടപെട്ടിട്ടുണ്ടോ? ഇത്രയും കാര്യങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രസ് മീറ്റ് കാണാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ജഗദീഷ് പറഞ്ഞത് വളരെ സത്യസന്ധമാണ്. ഇനി രണ്ടാമത്തെ കാര്യം MDMA കടത്തിൻ്റെ കാര്യമാണ്. അതിൽ കംപ്ലീറ്റ് കോംപ്ലിക്കേഷനാണ്. നിങ്ങൾ മീഡിയ മാത്രം വായിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ എന്താ സംഭവം എന്ന് ആകാംക്ഷ ഉണ്ടാവും. പക്ഷേ നാട്ടിൽ കാര്യം ഭയങ്കര പ്രശ്നമാണ്. അതിൽ ചില ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, നൈജീരിയൻ മാഫിയയുമായി അടുത്ത ബന്ധം ഇവർക്കുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ ബാംഗ്ലൂരു പോലീസ് കേരള പോലീസിനെ അറിയിച്ചതെന്നാണ് വാർത്ത വരുന്നത്. അവരുടെ ഈ പ്രതികളുടെ തെളിവുകൾ ശേഖരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തടഞ്ഞു എന്നുള്ള ആരോപണവും വരുന്നുണ്ട്. ബാംഗ്ലൂരു പോലീസ് നൽകിയ വിവരത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അന്വേഷിക്കണമെങ്കിൽ, നൈജീരിയൻ മാഫിയയുമായി ഉള്ള ബന്ധം അന്വേഷിക്കണമെങ്കിൽ അവരുടെ ടെലിഫോൺ രേഖകളടക്കം പരിശോധിക്കണം. അത് കേരള പോലീസ് ഗൗരവത്തിലെടുത്തുവോ? കേരള പോലീസിന് ഇതിൽ അലംഭാവമുണ്ട് എന്ന വാർത്ത വായിച്ചാൽ ആർക്കായാലും ആകാംക്ഷ, ആശങ്ക ഒക്കെ വരും. പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹുസൈനും സംഘവും എറണാകുളത്ത് നിന്ന് ചെറുവത്തൂർ വരെ എങ്ങനെ ഇത്ര സുഗമമായി പോയി? ഇതൊരു ചോദ്യമാണ്. ഒന്നിലധികം സ്ഥലങ്ങളിൽ വണ്ടി തടഞ്ഞ പോലീസ് വാഹനം പരിശോധിച്ചില്ല. വണ്ടി തടഞ്ഞു, പക്ഷേ പോലീസ് അകത്ത് പരിശോധിച്ചില്ല. വണ്ടിയിൽ നിന്നിറങ്ങി ഉന്നത ബന്ധം പോലീസിനെ ബോധ്യപ്പെടുത്തി എന്നാണ് കഴിഞ്ഞ ദിവസം മലയാള മനോരമയിലെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ആരാണ് അതതിടത്തെ പോലീസിനെ ഹുസൈൻ്റെ സംഘത്തിന് വേണ്ടി കോണ്ടാക്ട് ചെയ്തത് വാഹനം പരിശോധിക്കാതിരിക്കാൻ? എന്തായാലും ഹുസൈനെ കണ്ടപാടെ സാറേന്ന് വിളിച്ച് ഒരു പോലീസുകാരെയും വിടുന്ന് നമുക്ക് കരുതാൻ പറ്റില്ലല്ലോ, കേരള പോലീസല്ലേ. എന്നാൽ ഇയാളുടെ വാഹനം പരിശോധിക്കാതെ വിടണം എന്ന് നിർദ്ദേശം ഉന്നത തലത്തിൽ നിന്ന് നൽകിയോ? അങ്ങനെ നൽകിയെങ്കിൽ അത് ആര്? എന്നിട്ടും ചെറുവത്തൂർ കാലിക്കടവിൽ വെച്ച് അവിടുത്തെ പോലീസ് പിടിച്ചു. വരുന്ന വഴികളിൽ സാധാരണ വിതരണം ചെയ്ത് അവസാന പോയിന്റിൽ എത്തും മുമ്പ് ഒരിടത്ത് വെച്ച് മാത്രം പരിശോധിച്ച് പിടിച്ചു. അതിന് പിന്നാലെ 2-3 ദിവസം കഴിഞ്ഞ് തൂഫാൻ ചീഫ് ഓഫീസർ, അതായത് നോഡൽ ഓഫീസർ പുട്ട വിമലാദിത്യ അവധിയിൽ പോയി. പകരം ആളെ നിയമിച്ചു. ഈ അറസ്റ്റ് നടക്കാതിരിക്കാൻ നീക്കം നടത്തുകയും അതൊരു പരിധിവരെ വിജയിച്ചു എന്ന് കണ്ടെടുത്ത്, അതായത് ഈ വിതരണം ചെയ്യുന്നതിൻ്റെ ഓപ്പറേഷൻ വിജയിച്ചു എന്ന് കണ്ടെടുത്ത് പിടിക്കപ്പെടുകയും മുഖ്യമന്ത്രിയെ തന്നെ വിവാദത്തിലാക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടാകുകയും ചെയ്തതിന് ശേഷം തൂഫാൻ നോഡൽ ഓഫീസർ അവധിയിൽ പോയതോ പൂപ്പിച്ചതോ? ഇങ്ങനെ ഇത്രയും സ്ഥലങ്ങളിൽ പരിശോധിക്കാതെ വിട്ട ഒരാളെ ചെറുവത്തൂരിൽ വെച്ചിട്ടാണല്ലോ പരിശോധിക്കുന്നത്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ നിന്ന് അവധിയിൽ ഇങ്ങനെ പിടിക്കാതെ വിട്ട തരത്തിൽ കർശനമായ നിർദ്ദേശം ഉന്നതതലത്തിൽ നിന്ന് പോലീസിൻ്റെ ഇടത്തേക്ക് പോയോ? അത് കഴിഞ്ഞ് പോലീസ് അല്ലെങ്കിൽ തൂഫാൻ നോഡൽ ഓഫീസർ തന്നെ നിർദ്ദേശിച്ച് കാലിക്കടവിൽ വെച്ച് പിടിക്കാനുള്ള നിർദ്ദേശം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തടയണം, ആര് പറഞ്ഞാലും കേൾക്കണ്ട എന്ന നിർദ്ദേശം പോയോ? അതിൻ്റെ തുടർച്ചയായിട്ടാണോ പുട്ട വിമലാദിത്യ അവധിയിൽ പോയത്? ഇത്തരം ചോദ്യങ്ങളുണ്ട്. പ്രതികളുടെ ലഹരിക്കടത്ത് അന്വേഷിക്കുന്നതിനിടെ ഫോൺ വിശദാംശം ശേഖരിക്കുന്നതിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ വിലക്കി എന്നുള്ളതാണ് ഒടുവിലത്തെ വാർത്ത. ലഹരിക്കടത്തിനെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയ കാസർഗോഡ് സ്വദേശിനിയായ യുവതിക്ക് ഹുസൈനും സംഘവുമായിട്ടുള്ള ബന്ധം എന്താണ്? മുഖ്യമന്ത്രിയുടെ പേജുമായി അവർക്ക്, അതായത് വി ഡി സതീശൻ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൻ്റെ പേജ്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പേജല്ല, ഹുസൈൻ കോർഡിനേറ്ററായ ആ ഗ്രൂപ്പുമായി യുവതിക്ക് ബന്ധമുണ്ടോ? അവരുടെ സംഘത്തിൽ നിന്ന് തമ്മിൽ തല്ലി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ പിരിഞ്ഞു പോയവരാണോ അവർ? ലഹരിക്കടത്ത് നടന്ന ദിവസത്തെ സംഭവത്തിൽ ഇത്രയും ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. അതുകൊണ്ട് അത് ഉന്നയിക്കപ്പെടും അടുത്ത വാർത്താ സമ്മേളനത്തിൽ. ഞാൻ കാത്തിരിക്കുകയാണ് എൻ്റർടൈനർ ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. പ്രസിദ്ധീകരിക്കണം എന്നതാണ് ജഗദീഷ് ചേട്ടൻ്റെ അടുത്ത ആഗ്രഹം. ഈ ഒരാഴ്ചത്തെ പ്രസ് മീറ്റ് ഇങ്ങനെ ഓരോ ബുധനാഴ്ചത്തെ ഒന്നിച്ച് പ്രസിദ്ധീകരിച്ചാലുള്ള ഒരു കുഴപ്പം, തൊട്ടടുത്തുള്ളതെല്ലാം വൈരുദ്ധ്യങ്ങളായിരിക്കും. ഈ ആഴ്ച പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ് മൂപ്പര് അടുത്ത ആഴ്ച പറയുക. ഉദാഹരണത്തിന് ആരാ KSU എന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത ആഴ്ച അതൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ കുഴപ്പമാണ്, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും.
നേരത്തെ ഹെലികോപ്റ്ററിൻ്റെ യാത്ര പറഞ്ഞ പോലെ ഈ ആഴ്ച പറഞ്ഞല്ല അടുത്ത ആഴ്ച പറയാം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ നോക്കൂ, ഏറ്റവും നിയറസ്റ്റ് ഉദാഹരണം. കഴിഞ്ഞ ആഴ്ചത്തെ എൻ്റർടൈൻമെൻറ്റിൽ മുകേഷ് ഈ നമ്മുടെ വി ഡി സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞത് വന്ദേ മാതരം ഫുള്ള് പാടിയില്ലെങ്കിൽ തടവ് ശിക്ഷ കിട്ടും, കേന്ദ്ര നിയമം പാസ്സാക്കിയിട്ടുണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നിയമമില്ല. വന്ദേ മാതരത്തെ അവഹേളിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്താൽ ആണ് നിയമ നടപടി നേരിടേണ്ടി വരിക എന്നാണ് ഇപ്പോൾ BJP സർക്കാർ പാസ്സാക്കിയ നിയമത്തിലും പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞ ഫുള്ള് പാടിയില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും എന്നാണ് പറഞ്ഞത്. അങ്ങനെ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞ വി ഡി സതീശൻ സ്വാതന്ത്ര്യദിനത്തിൽ ഓഗസ്റ്റ് 15 അത് പാടിയേയില്ല. അതിന് മുഖ്യമന്ത്രിക്ക് തടവ് ശിക്ഷ ലഭിക്കുമോ? അതോടെ തടവ് ശിക്ഷ കിട്ടുമെന്ന് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് തള്ളിക്കളയുമോ? അതോ അത് പറഞ്ഞതിന് ശേഷം ആളുകൾ മുഴുവൻ പാടാണ്ടാക്കിയിട്ട് ഞാൻ നൈസായിട്ട് പാടി, ഞാൻ ഭയങ്കര ത്യാഗിയാണ് എന്ന് വരുത്തി തീർക്കാൻ പറഞ്ഞ വാസ്തവവിരുദ്ധമായ വാദമായിരുന്നു കഴിഞ്ഞ ആഴ്ച ഉള്ളത്. അതിൻ്റെ ഭയങ്കര രസമായിരിക്കുള്ള മറുപടി ആയിരിക്കില്ലേ വരിക. പക്ഷേ ജഗദീഷേട്ടൻ പറഞ്ഞ പോലെ പുസ്തകമാക്കിയാൽ എല്ലാം കൂടി വൈരുദ്ധ്യം കൂടും. പിന്നെ അമ്മാതിരി സാധനങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് പുസ്തകമാക്കണം, അപ്പോൾ ചെറുതായിരിക്കും. അപ്പം ഈക്വല്ലോ ഒന്നും ഓർക്കാൻ പറ്റില്ല. ഒരാഴ്ചത്തത് ആകെ 2 വരി ഉണ്ടാവില്ല, ബാക്കിയെല്ലാം ഇമാതിരി പരിപാടി വർത്താനാണുള്ളൂ. അപ്പോൾ മൊത്തത്തിലൊരു 4-5 കൊല്ലമൊക്കെ കഴിയുമ്പോൾ ഇറക്കാനേ പറ്റുള്ളൂ. നല്ലൊരു 100 പേജ് പുസ്തകം ഇറക്കണമെങ്കിൽ. ബാക്കിയെല്ലാം ഫുള്ള് ഇറക്കി കഴിഞ്ഞാൽ എല്ലാം വൈരുദ്ധ്യമായിരിക്കും. എന്തായാലും ജഗദീഷ് ഏട്ടൻ പറഞ്ഞ ഒരു കാര്യം, എൻ്റർടൈനറാണ്, പുസ്തകം ഇറക്കി കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്താനും. എന്തായാലും വി ഡി സതീശൻ്റെ അടുത്ത ബുധനാഴ്ചത്തെ വാർത്താ സമ്മേളനത്തിൽ ഞാനും ജഗദീഷ് ഏട്ടനെ പോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. മൂപ്പര് ഡൗൺ ടു എർത്തായി മറുപടി പറയും എന്നാണല്ലോ, പറയുമായിരിക്കും. ജഗദീഷ് ഏട്ടനെ പോലെ ഞാനും ആ രസികൻ വാർത്താ സമ്മേളനത്തിലായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നിങ്ങളും കാത്തിരിക്കുക. ബുധനാഴ്ച ആവട്ടെ, കാണാം. നന്ദി, നമസ്കാരം.